എന്നും തകഴി അമ്പലത്തിൽ പോയി കളത്തിട്ട് ഒറ്റയ്ക്ക് ഇരിക്കും. കുറച്ച് സമയം അവിടെ ഇരുന്നിട്ട് തിരിച്ചു വരും. അത് കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞ് പത്രമൊക്കെ വായിച്ചിട്ട് കാപ്പിയൊക്കെ കുടിച്ച് രാവിലെ ഒരു 8 മണി കഴിയുമ്പോഴത്തേക്ക് അമ്പലപ്പുഴയ്ക്ക് പോകാനെല്ലാം ഒരുങ്ങും. ഇന്ന് കാപ്പിയൊക്കെ കുടിച്ച് അമ്പലപ്പുഴയ്ക്ക് നടന്നാണ് പോകുന്നത്. നടന്ന് അമ്പലപ്പുഴയ്ക്ക് പോകും. അതിന് വൈകിട്ട് ഒരു 9 മണി വരെ ഞങ്ങൾ അച്ഛനെ കാത്തിരിക്കും വരാനായിട്ട്. 9-9:30 മണിയാകുമ്പോഴാണ് വരുന്നത്. നടന്നാണ് വരുന്നത്. വന്നു കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഓടിച്ചെല്ലും. അപ്പോൾ അച്ഛൻ മോളേന്നും പറഞ്ഞ് എന്നെ എടുത്തുകൊണ്ട് വീട്ടിലോട്ട് കൊണ്ടുവരും. വന്നു കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ ഭക്ഷണം കഴിക്കും. അത് കഴിഞ്ഞിട്ട് രാത്രി പിന്നെ അച്ഛൻ്റെ കൂടെ ഒന്നുകൂടെ ഞങ്ങളെല്ലാവരും കഴിക്കും. ഞങ്ങൾക്ക് ഓർമ്മയായ കാലഘട്ടം മുതൽ അച്ഛനെക്കുറിച്ച് ഓർമ്മിക്കാനേ എല്ലാ ദിവസങ്ങളിലും ഉണ്ടായിട്ടുള്ളൂ. ഒരു ദിവസം എന്ന് പ്രത്യേകിച്ച് പറയാൻ, ഒരു സംഭവം എന്ന് പറയാൻ പ്രത്യേകിച്ചില്ല. അച്ഛൻ്റെ മരണത്തിൻ്റെ 2 ദിവസം മുമ്പ് വരെയും അച്ഛൻ ഞങ്ങൾക്ക് ഫോൺ ചെയ്യും. അതിരാവിലെ വെളുപ്പിനെ എഴുന്നേറ്റാൽ 5 മണിക്ക് എഴുന്നേറ്റാൽ അച്ഛൻ ഫോണിൽ ഞങ്ങളെ 5 പേരെയും ഫോൺ ചെയ്യുന്നത് എന്നും ഉണ്ടായിട്ടുണ്ട്. മരണത്തിൻ്റെ 2 ദിവസം മുമ്പ് വരെ. അപ്പോൾ പ്രത്യേകിച്ച് ഒരു ദിവസം ഒരു കാര്യം എന്ന് പറയാനായിട്ട് ഞങ്ങൾക്കില്ല. പിന്നെ മക്കളെ അങ്ങേയറ്റം സ്നേഹിച്ചിരുന്ന ഒരു അച്ഛനായിരുന്നു ഞങ്ങളുടെ അച്ഛൻ. അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് ദുഃഖിക്കേണ്ടതായിട്ട് ഒരു സംഗതികളും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അച്ഛൻ്റെ മരണത്തെ ഇപ്പോഴും ഞങ്ങൾക്ക് വിശ്വസിക്കാനും താങ്ങാനും പറ്റുന്നില്ല. ഇത്രയും പ്രായമായ അച്ഛൻ മരിച്ചിട്ട് പോലും ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. അച്ഛൻ്റെ മരണത്തെക്കുറിച്ച് ചിന്തിക്കാനും പറ്റുന്നില്ല. അച്ഛൻ ഉണ്ട് ഇവിടെ എന്നാണ് ഞങ്ങളുടെ ഇപ്പോഴും വിചാരം. എൻ്റെ കുട്ടിക്കാലത്തെ അച്ഛനെ പറ്റി ഓർമ്മകൾ പറയുമ്പോൾ ഞാൻ കൊച്ചു ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് അച്ഛൻ അമ്പലപ്പുഴയിൽ നിന്ന് വക്കീൽ ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ എൻ്റെ നേരെയുള്ള അനിയത്തിയെ കിടത്തി ഉറക്കുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ ഉറങ്ങിപ്പോയിട്ടില്ലെങ്കിൽ ഞാൻ മിക്കവാറും എല്ലാ ദിവസങ്ങളും കണ്ടുകൊണ്ടിരുന്ന സമയം അച്ഛൻ എന്നെ പലയിടത്തും അച്ഛൻ്റെ കൂടെ കൊണ്ടുവരും. ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ട് ഞാൻ പോകുന്നത് ഒറ്റപ്പാലത്താണ്, സാഹിത്യ പരിഷത്തിൻ്റെ സമ്മേളനത്തിന്. രാവിലെ പാടത്ത് കൃഷി നോക്കാനായിട്ട് പോകും. അപ്പം അനിയൻ കൂടെ പോകും. പോയിട്ട് തിരിച്ച് മുറുക്കാനും ഒക്കെ ആയിട്ട് പോയിട്ട് തിരിച്ച് വന്നു കഴിഞ്ഞിട്ട് അനിയൻ സ്കൂളിൽ പോകാനൊക്കെ ഒരുങ്ങും. അച്ഛൻ കോടതിയിലോട്ടും പോകാനായിട്ട് ഒരുങ്ങും. അമ്പലപ്പുഴയ്ക്ക് പോകും.